കാസർഗോഡ് പടന്നയിലെ ശൈശവ വിവാഹത്തിൽ ഇടപെടലുമായി ബാലാവകാശ കമ്മീഷൻ പെൺകുട്ടിയെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റണമെന്ന ആവശ്യം അഡ്വക്കേറ്റ് കുളത്തൂർ ജയ്സിംഗ് നൽകിയ പരാതി പരിഗണിക്കണമെന്ന് ഡിജിപിയോട് ബാലാവകാശ കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. രതീഷ് വാസുദേവനാണ് ഇതിന്റെ വിശദാംശങ്ങളുമായി ചേരുന്നത്. രതീഷ്, ഇത് വലിയ വിവാദമായ ഒരു കാര്യമാണ്. ഇതിൽ പല വിശദീകരണങ്ങളും നേരത്തെ തന്നെ നമ്മൾ തന്നെ കൊടുത്തതുമാണ്. രതീഷ് തന്നെയാണ് അത് റിപ്പോർട്ട് ചെയ്തത്. ഇപ്പോഴുണ്ടായ ബാലാവകാശ കമ്മീഷന്റെ ഇടപെടൽ എത്തരത്തിലാണ്? ഷാമിലി, തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ട് ഈ കുട്ടിയെ ബാലാവകാശ ഈ ഒരു പൊതുപ്രവർത്തകനായ അഡ്വക്കേറ്റ് ജയ്സിംഗ് കുളത്തൂർ നൽകിയ പരാതി നൽകിയിരുന്നു. അതായത് ഈ പ്രായപൂർത്തിയാകാത്ത കുട്ടി ഈ ഇത്തരത്തിൽ ശൈശവ വിവാഹത്തിന് പ്രേരണ നൽകിയ കുടുംബത്തോടൊപ്പമാണ് നിൽക്കുന്നത്. ആ കുട്ടി അതുകൊണ്ട് തന്നെ സുരക്ഷിതമല്ല, നിയമപരമായി അത് ശരിയല്ല. അതുകൊണ്ട് ഈ കുട്ടിയെ ബാലാവകാശ കമ്മീഷൻ്റെ നിർദ്ദേശമനുസരിച്ച് കുട്ടിയെ സുരക്ഷിതമായ സർക്കാർ കേന്ദ്രങ്ങളിലേക്ക്, നിയമപരമായ കേന്ദ്രങ്ങളിലേക്ക് മാറ്റണം എന്ന ആദ്യ ദിനത്തിൽ പരാതി നൽകിയിരുന്നു. എന്നാൽ പോലീസ് ഇത് സംബന്ധിച്ച് പരാതി എടുത്തില്ല. ആ ഘട്ടത്തിൽ ബാലാവകാശ കമ്മീഷനും മറ്റ് സർക്കാർ സംവിധാനങ്ങളൊന്നും ഇത് പരിഗണിച്ചില്ല. എന്നാൽ ഇതിന് മുമ്പാണ് ഇപ്പോൾ ബാലാവകാശ കമ്മീഷൻ DGPയോട് ഈ വിഷയത്തിൽ ഇടപെടണമെന്നും പരാതികൾ എടുക്കണമെന്നും അതുമാത്രമല്ല ഈ കുട്ടിയെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റണം എന്നും പറയുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നതിനിടയിലാണ് ഈ കുട്ടിയെ, അതായത് പ്രായപൂർത്തിയാകാത്ത ഈ കുട്ടിയെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റണമെന്ന ബാലാവകാശ കമ്മീഷൻ്റെ പരാതി പോലീസിന് നൽകിയിട്ടുള്ളത്. പോലീസിൻ്റെ ഇടപെടൽ ഈ വിഷയത്തിൽ ആവശ്യമാണ്. പോക്സോ കേസ് ഉൾപ്പെടെയുള്ള എടുത്ത സാഹചര്യത്തിൽ അത്തരം ഇടപെടൽ ഈ വിഷയത്തിൽ ആവശ്യമാണെന്ന് കൂടി ആണ് ഈ പരാതി എടുക്കാൻ നിർദ്ദേശിച്ചുകൊണ്ട് ബാലാവകാശ കമ്മീഷൻ സൂചിപ്പിക്കുന്നത്. ഷാമിലി.